ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറുപയർ കൊണ്ടുള്ള ഒരു പായസം. സാധാരണ നമ്മൾ ചെറുപയറില്ലാതെ പരിപ്പെടുത്തിട്ടാണ് പായസം ഉണ്ടാക്കുക. ഇത് നമ്മൾ ഹോളായിട്ട് ചെറുപയറും അതേപോലെ തന്നെ നമ്മൾ പശുവിൻ പാലും ഉപയോഗിച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഓണത്തിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമായിരിക്കും ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ചെറുപയർ കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ, അതായത് നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാട്ടോ ഇതിപ്പോൾ ഒരു അര കപ്പ്, ഒരു ചെറിയൊരു കപ്പിലോളം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം, കുറച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഒരു 8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ചെറുപയറാകുമ്പോൾ കുതിർത്ത് വെക്കാണ്ടും നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിസിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ഗ്യാസ് ലാഭിക്കാനൊക്കെ കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 3 വിസിൽ ധാരാളം മതിയാകും. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് തുറന്ന് നോക്കാം. അപ്പം നമ്മളെ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 5 or 6 ആണി ശർക്കര എടുത്താൽ മതി. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ഇതിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് ഉരുകി വരണം. അപ്പോഴാണ് ആ ചെറുപയറിലൊക്കെ ആ ഒരു നല്ല ടേസ്റ്റ് പിടിക്കുക കേട്ടോ. ഇപ്പം ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പശുവിൻ പാലാട്ടോ എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലൊന്നുമല്ല. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമ്മളെ പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക്, ഇതിപ്പോൾ ഒരു പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പായസം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളെ പായസം ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പായസമാണ്. നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.
ബൈ.